ഹലോ ഗൈസ്, എല്ലാവർക്കും സിനിമ ബേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സിനിമ ബേസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് 3 ആക്ട് സ്ട്രക്ചർ എന്നാണ്. 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു നരേറ്റിംഗ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കാണെന്ന് പറയാം. പണ്ട് കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പ്ലേസ് അല്ലെങ്കിൽ ഡ്രാമാസിലേക്ക്, അതുപോലെ തന്നെ നോവൽസ്, കോമിക്സ്, പോയട്രി തുടങ്ങിയതിലേക്കാണ് ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ നരേറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിരുന്നത്. ഷേക്സ്പിയർ അടക്കമുള്ള റൈറ്റേഴ്സ് ഈ പറയുന്ന ടെക്നിക്ക് അവരുടെ എന്താ പറയുക വർക്കുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് സിനിമ ഉണ്ടായതിനു ശേഷം സിനിമയിലും ഈ പറയുന്ന ഒരു ടെക്നിക്ക് 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്ന ടെക്നിക്ക് സിനിമയിലും ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് സിനിമയുടെ തിരക്കഥ എഴുത്തിലും ഈ പറയുന്ന നരേറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. എന്താണ് 3 ആക്ട് സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന തിരക്കഥ, അതായത് നമ്മൾ എഴുതാൻ പോകുന്ന ഒരു തിരക്കഥയെ 3 ആക്റ്റുകളാക്കി തരംതിരിച്ച് എഴുതുന്നതിനെയാണ് 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ആക്റ്റിനും ഓരോ പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ആക്റ്റുകളുടെ ഇടയിലുള്ള ഓരോ പ്ലോട്ട് പോയിൻറ്റുകൾക്കും അല്ലെങ്കിൽ ടേണിംഗ് പോയിൻറ്റുകൾക്കും ഓരോ പ്രത്യേകത എന്ന് പറയാം. ഇനി എങ്ങനെയാണ് 3 ആക്ട് സ്ട്രക്ചർ ഒരു തിരക്കഥ എഴുതുന്നത് നമുക്ക് നോക്കാം. 3 ആക്ട് സ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ആക്റ്റുകൾ ആയിട്ട് നമ്മളുടെ തിരക്കഥയെ തരംതിരിച്ച് എഴുതുന്നതിനാണ് 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാണ് ആദ്യത്തെ 30 മിനിറ്റ് നമുക്ക് തിരക്കഥ എഴുതുമ്പോൾ തന്നെ കണക്കാക്കാൻ സാധിക്കുന്നതെന്നും ആലോചിച്ചിട്ടുണ്ടാകും. ആദ്യത്തെ 30 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 1 മിനിറ്റ് സിനിമ എന്ന് പറയുന്നത് 1 മിനിറ്റ് ഒരു പേജ് തിരക്കഥയാണെന്ന് പറയാം. അതായത് ഒരു പേജ് തിരക്കഥ നമ്മൾ എഴുതുന്നത് സിനിമയാകുമ്പോൾ അത് ഒരു മിനിറ്റ് സിനിമയായിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ 30 മിനിറ്റിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ 30 പേജുള്ള ഒരു തിരക്കഥയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയായിരിക്കണം നിങ്ങൾ ഒരു തിരക്കഥ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആദ്യത്തെ 30 മിനിറ്റോ അല്ലെങ്കിൽ ആദ്യത്തെ 30 പേജോ ഒരു തിരക്കഥയിൽ ആദ്യത്തെ 30 പേജ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആക്ടിന് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് വിളിക്കാം. ഈ ഫസ്റ്റ് ആക്ടിൽ, അതായത് ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എന്നാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പേരിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ആ കഥയിലുള്ള അല്ലെങ്കിൽ ആ തിരക്കഥയിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അവരുടെ പശ്ചാത്തലം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് ആക്ട് 1 എന്ന് പറയുന്നത്. ആദ്യത്തെ 30 മിനിറ്റാണ് ഈ ഒരു ആക്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ പ്രധാന കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ്, അവരോട് ജീവിക്കുന്നു, അവരുടെ സെറ്റിങ്സ് എന്താണ്, അവരുടെ സെറ്റപ്പ് എന്താണ്, അല്ലെങ്കിൽ അവർ ഏത് പശ്ചാത്തലത്തിലാണ് അവർ ജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആക്ട് 1 പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദൃശ്യം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 30 മിനിറ്റ് എന്ന് പറയുന്നത് ജോർജ് കുട്ടി എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ ആ കഥാപാത്രം എങ്ങനെയാണ്, ആ കഥാപാത്രത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ്, ആ കഥാപാത്രത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയും ഒക്കെയാണ് ആ സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റിൽ പറയുന്നത്. അതായത് ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് ആ സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റിൽ ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു വില്ലൻ ടച്ചുള്ള കഥാപാത്രമായിട്ടുള്ള ഒരു കലാഭവൻ ഷാജുവും ചെയ്ത ആ ഒരു പോലീസ് കഥാപാത്രത്തിനും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ചെറിയ സീനും ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ആക്ട് സ്ട്രക്ചറിലുള്ള ആദ്യത്തെ ആക്ട് ആയിട്ടുള്ള ആക്ട് 1 നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടത് കഥാപാത്രങ്ങളുടെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഒരു പരിചയപ്പെടുത്തൽ, അതുപോലെ തന്നെ അവരുടെ സെറ്റപ്പ്, അതായത് സെറ്റിങ്സ്, കഥാപശ്ചാത്തലം എന്താണ്, അവർ ജീവിക്കുന്ന പശ്ചാത്തലം എന്താണ്, അവരുടെ ചുറ്റുപാട് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ആദ്യത്തെ ആക്ട് 1 കൊടുക്കുന്നത്. ആക്ട് 1 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കുന്നത് ആക്ട് 2 ആക്ട് 2 കിടക്കുന്നതിൻ്റെ ആക്ട് 1 ഇടയിൽ, അതായത് ആക്ട് 1 ആക്ട് 2 ഇടയിലുള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ് നമ്മൾ ടേണിംഗ് പോയിൻറ്റ് 1 എന്നോ അല്ലെങ്കിൽ പ്ലോട്ട് പോയിൻറ്റ് 1 എന്നോ എന്നൊക്കെ പറയുന്നത്. പ്ലോട്ട് പോയിൻറ്റ് 1 അല്ലെങ്കിൽ ടേണിംഗ് പോയിൻറ്റ് 1 എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു സിനിമയുടെ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ മിക്ക സിനിമകളും കണ്ടിട്ടുണ്ടാകും. ആദ്യത്തെ ഒരു 30 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അത്ര സീരിയസ് അല്ലാതെ കുറച്ച് കോമഡിയും അങ്ങനെയുള്ള രംഗങ്ങളും, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, വളരെ ജോയ്ഫുള്ളായിട്ടുള്ള അല്പം ചിരിയൊക്കെയുള്ള രംഗങ്ങളൊക്കെ ആയിട്ടായിരിക്കും ആദ്യത്തെ 30 മിനിറ്റ് ഒരു സിനിമ പോകുന്നത്. പിന്നീട് 30 മിനിറ്റ് കഴിയുമ്പോഴേക്കായിരിക്കും സിനിമയുടെ ഒരു യഥാർത്ഥ സ്വഭാവത്തിലേക്ക് സിനിമ കിടക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒരു പ്ലോട്ട് പോയിൻറ്റ് 1 അല്ലെങ്കിൽ ടേണിംഗ് പോയിൻറ്റ് 1 എന്ന് പറയുന്നത്. അതായത് ഒരു സിനിമ അതിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവത്തിലേക്ക് കടക്കുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ പ്ലോട്ട് പോയിൻറ്റ് 1 എന്ന് പറയുന്നത്. ടേണിംഗ് പോയിൻറ്റ് 1 എന്ന് പറയുന്നത്
ആക്ട് 1നും ആക്ട് 2നും ഇടയിലുള്ളൊരു ഒരു ഇൻസിഡൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സിനിമയുടെ ഒരു യഥാർത്ഥ സ്വഭാവം, സിനിമയുടെ ഒരു സീരിയസ് സ്വഭാവത്തിലേക്ക് സിനിമ കടക്കുന്നതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ് പ്ലോട്ട് പോയിൻറ്റ് 1 എന്ന് പറയുന്നത്. പ്ലോട്ട് പോയിൻറ്റ് 1ൽ പ്രധാനമായിട്ടും ഈ സിനിമയുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുക, അതായത് സിനിമ ഒരു സീരിയസ് ആയ ഒരു സിനിമയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം നമുക്ക് ദൃശ്യം തന്നെ വീണ്ടും എടുക്കാം. ദൃശ്യം എന്നുള്ള സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും സിനിമ അങ്ങനെ ഒരു എന്താ പറയുക അല്പം ജോളി ആയിട്ടുള്ള രംഗങ്ങളും കോമഡി രംഗങ്ങളൊക്കെ ആയി പോയിട്ട് ഇടയ്ക്ക് വെച്ചുള്ള ഒരു സീനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് വരുൺ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ആശാശരത്തിൻ്റെ മകനായിട്ട് വരുന്ന വരുൺ എന്ന് പറയുന്ന കഥാപാത്രം ജോർജ് കുട്ടിയുടെ വീട്ടിൽ വരുന്ന ഒരു രംഗമുണ്ട്. ജോർജ് കുട്ടിയുടെ വീട്ടിൽ വരികയും ജോർജ് കുട്ടിയുടെ മകളും ഭാര്യയും ചേർന്ന് അയാളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രംഗമാണ് അത്. ആ രംഗമാണ് ഈ സിനിമയിലെ പ്ലോട്ട് പോയിൻറ്റ് 1 അല്ലെങ്കിൽ ടേണിംഗ് പോയിൻറ്റ് 1 എന്ന് പറയുന്നത്. ആ ഒരു രംഗത്തോടു കൂടിയാണ് സിനിമയുടെ ഒരു എൻ്റയർ മൂഡ് ചേഞ്ച് ആവുന്നത്. അതായത് ഇത് വളരെ ഒരു കോമഡി ഫിലിമായിട്ടോ അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയുക രസകരമായൊരു സിനിമയായിട്ടോ പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് ഒരു എന്താ പറയുക ഒരു സീരിയസ് മൂവി ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു തിരക്കഥ എഴുതുമ്പോഴാണ് നമ്മൾ പ്ലോട്ട് പോയിൻറ്റ് 1 പ്രധാനമായിട്ടും ഈ ഒരു രീതിയിലേക്ക് ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്ലോട്ട് പോയിൻറ്റ് 1 എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട കഥയിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ പ്ലോട്ട് പോയിൻറ്റ് 1 എന്ന് പറയുന്നത്. അതുവരെ ആക്ട് 1ലെ സിനിമ വളരെ രസകരമായിരുന്നു, വളരെ കോമഡിയും ജോയ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ പെട്ടെന്ന് അതിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവത്തിലേക്ക് മാറുന്ന ആ ഒരു ടേണിംഗ് പോയിൻ്റാണ് പ്ലോട്ട് പോയിൻറ്റ് 1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ട് 2ലേക്ക് കടക്കാം. ആക്ട് 2 എന്ന് പറയുന്നത് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. 30 മുതൽ 90 മിനിറ്റ് വരെയുള്ള അല്ലെങ്കിൽ 30 മുതൽ 90 പേജ് വരെയുള്ള ഒരു ഭാഗമാണ് ആക്ട് 1 എന്ന് പറയുന്നത് തിരക്കഥയുടെ. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ വരും ഈ ആക്ട് 2 എന്ന് പറയുന്നത്. ആക്ട് 2വിൽ തന്നെ ആക്ട് 2 ആണ് ഈ 3 ആക്ട് സ്ട്രക്ചറിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ആക്ട് എന്ന് പറയുന്നത്. ഒരു സിനിമയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ആക്ട് ആണെന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് ആക്ട് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എഴുതാനായിട്ട്. കാരണം സെക്കൻഡ് ആക്ടിൽ വരുന്ന പിഴവുകൾ കാരണമാണ് പല സിനിമകളും പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ആക്ട് വളരെ ശ്രദ്ധിച്ച് എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ തിരക്കഥകൾ ഇൻട്രസ്റ്റിംഗ് അല്ലാതാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ തിരക്കഥ വെച്ചെടുക്കുന്ന സിനിമകൾ പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി എങ്ങനെയാണ് സെക്കൻഡ് ആക്ട് എഴുതുന്നത് നമുക്ക് നോക്കാം. സെക്കൻഡ് ആക്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു സിനിമയുടെ സീരിയസ് സ്വഭാവമാണ്, സിനിമയുടെ പ്രധാനപ്പെട്ട കോർ സ്റ്റോറി എന്താണ് എന്നാണ്. സെക്കൻഡ് ആക്ടിൽ തന്നെ 2 പാർട്ടുണ്ടെന്ന് പറയാം. പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ പാർട്ട് എയിൽ പ്രധാനമായിട്ടും വരുന്നത് ആക്ഷൻസാണ്. അതായത് സിനിമയുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും, അതായത് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും സെക്കൻഡ് ആക്ടിൻ്റെ പാർട്ട് എയിൽ വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വില്ലൻ കഥാപാത്രം നായകൻ കഥാപാത്രത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നം അയാളെ അലട്ടുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ അയാൾ അകപ്പെട്ടു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആക്ട് 2വിലെ ഫസ്റ്റ് പാർട്ടിൽ, അതായത് എ പാർട്ടിൽ വരുന്നത്. ആക്ട് 2വിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ആക്ട് 2വിൻ്റെ ഒരു ബി പാർട്ടിലേക്ക് കടക്കുന്ന ആ ഒരു പോയിൻ്റാണ് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഈ മിഡ് പോയിൻ്റ് നമ്മൾ ഇൻ്റർവെലായിട്ട് കണക്കാക്കുന്നത്. ഹോളിവുഡ് സിനിമകളിലൊന്നും അങ്ങനെ ഇൻ്റർവെലൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഈ ഒരു മിഡ് പോയിൻറ്റിന് നമ്മൾ ഇൻ്റർവെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിഡ് പോയിൻറ്റിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇൻ്റർവെൽ എന്ന് പറയുന്നതുകൊണ്ട് ഈ ഒരു മിഡ് പോയിൻറ്റിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഹാഫും, അതായത് അടുത്ത ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൂടെ ആളുകൾക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മിഡ് പോയിൻറ്റിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചിട്ട് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റോ എന്തെങ്കിലും ഒരു സസ്പെൻസോ കാണിച്ചിട്ട് വേണം നമ്മൾ ഇൻ്റർവെല്ലിന് സിനിമ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അടുത്ത ഭാഗം കാണാനായിട്ട് ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇൻ്റർവെൽ, അതായത് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, അതായത് ആക്ട് 2വിൻ്റെ പാർട്ട് എ അവസാനിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇൻ്റർവെല്ലാണ്. അപ്പോൾ ആ ഇൻ്റർവെല്ലിൻ്റെ ഫസ്റ്റ് ഇൻ്റർവെല്ലിലേക്ക് ആകുന്നതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള സീൻ എന്ന് പറയുന്നത് എന്തെങ്കിലും സസ്പെൻസോ ട്വിസ്റ്റോ ഉള്ള സീനാണെങ്കിൽ ആളുകൾക്ക് അടുത്ത ഭാഗം കാണാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനി അടുത്തായിട്ട് വരുന്നത് ആക്ട് 2വിൻ്റെ ബി പാർട്ടാണ്. ആക്ട് 2വിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് റിയാക്ഷൻസ് ആണ്. ആക്ട് 2വിൻ്റെ എ പാർട്ട് എന്ന് പറയുന്നത് ആക്ഷൻസ് ആണെന്ന് പറഞ്ഞു.
ആക്ട് ടൂവിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് റിയാക്ഷൻസ് ആണ്. അതായത് ഈ ആക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ ആക്ഷൻ മൂലം നായക കഥാപാത്രത്തിനോ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങൾക്കോ ഉണ്ടാകുന്ന ഓരോരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് ആക്ട് ടൂവിൽ വരുന്നത്. ഇതിൽ ആക്ട് ടൂവിൽ പ്രധാനമായിട്ടും വരുന്നത് നായകൻ്റെ പരാജയമായിരിക്കും. അല്ലെങ്കിൽ നായകൻ എന്ന് പറയുമ്പോൾ ലീഡ് റോൾസ് ചെയ്യുന്ന ആളുകളുടെ പരാജയം. അയാൾ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നു, അയാൾക്ക് പല സ്ഥലങ്ങളിലും തോൽവിയൊക്കെ സംഭവിക്കുന്നു ഒക്കെ ആയിരിക്കും ആക്ട് ടൂവിൻ്റെ ബി പാർട്ടിൽ വരുന്നത്. ഇതിൽ ഒരു എന്താ പറയുക, കഥാപാത്രം പരാജയപ്പെട്ട് അതിനൊരു എക്സ്ട്രീം ഘട്ടത്തിലേക്ക് എത്തുമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തെയാണ് നമ്മൾ ആക്ട് ടൂവിലെ ബി പാർട്ട് എന്ന് പറയുന്നത്. പ്ലോട്ട് പോയിൻറ്റ് 3 അല്ലെങ്കിൽ പ്ലോട്ട് പോയിൻറ്റ് 2 അല്ലെങ്കിൽ ടേണിംഗ് പോയിൻറ്റ് 2 എന്ന് പറയുന്നത് ആക്ട് ടൂവിനും ആക്ട് 3ക്കും ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ്. അതായത് നമ്മളുടെ നായകൻ്റെ അല്ലെങ്കിൽ ലീഡ് റോൾസിൻ്റെ ഒരു പരാജയം സംഭവിച്ച് അയാൾ ഒരു വിജയിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതകൾ, വിജയിക്കാനുള്ള മാർഗങ്ങൾ അയാൾ കണ്ടെത്തി തുടങ്ങുന്ന ഒരു പോയിൻ്റാണ് ടേണിംഗ് പോയിൻറ്റ് 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലോട്ട് പോയിൻറ്റ് 2 എന്ന് പറയുന്നത്. ഇത് ആക്ട് ടൂവിനും ആക്ട് 3യുടെയും ഇടയിലാണ് വരുന്നത്. അതായത് നമ്മുടെ ലീഡ് റോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വിജയിച്ച് തുടങ്ങുന്നൊരു ടൈമാണിത്. ഇതിനുശേഷം വരുന്ന ആക്റ്റാണ് ആക്ട് 3 എന്ന് പറയുന്നത്. ആക്ട് 3 എന്ന് പറയുന്നത് 30 പേജ്, അവസാനത്തെ 30 പേജുകൾ അല്ലെങ്കിൽ അവസാനത്തെ അരമണിക്കൂറിനെയാണ്, ഒരു തിരക്കഥയുടെ അവസാനത്തെ അരമണിക്കൂറിനെയാണ് നമ്മൾ ആക്ട് 3 എന്ന് പറയുന്നത്. ആക്ട് 3 എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു പല സിനിമകളും കണ്ടിട്ടുണ്ടാകും, നമ്മൾ നായിക കഥാപാത്രങ്ങൾ വിജയിച്ച് തുടങ്ങുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് അദ്ദേഹം മാർഗങ്ങൾ കണ്ടെത്തി തുടങ്ങുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ആക്ട് 3 എന്ന് പറയുന്നത്. ഇതിൽ നായക കഥാപാത്രങ്ങൾ തുടരെ വിജയങ്ങളുണ്ടാകുകയും വില്ലൻ കഥാപാത്രങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്തും. അതുപോലെ തന്നെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നായക കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ലീഡ് റോൾസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വില്ലൻ കഥാപാത്രങ്ങൾ, അതായത് വില്ലൻ കഥാപാത്രങ്ങളെന്ന് പറയുന്നില്ല, നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലംസിനെ അവർ എക്സ്ട്രീം ലെവലിൽ അതിനെ എല്ലാം ഡിഫീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതായത് നായക കഥാപാത്രങ്ങൾ ഈ അവസാനത്തെ 30 മിനിറ്റിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എക്സ്ട്രീം ലെവലിൽ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങുകയും അതിനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ് അതിന് ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ഡിഫീറ്റിങ്, അതായത് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള അവരുടെ ഒരു ശ്രമം ഒരു അന്ത്യത്തിലേക്ക് എത്തും. അതായത് ഒരു അവസാന ഭാഗത്തിലേക്ക് എത്തുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ക്ലൈമാക്സായിട്ട് വരുന്നത്. അപ്പോൾ അവസാനത്തെ ആക്ട് എന്ന് പറയുന്ന ആക്ട് 3, ഇതിൽ നായക കഥാപാത്രങ്ങൾ, അതായത് ലീഡ് റോൾസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ അവരുടെ പ്രശ്നങ്ങളെ എക്സ്ട്രീം ലെവലിൽ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അവസാനം അതിനെ അവർ ഓവർകം ചെയ്യുകയും ചെയ്യും. ഇതാണ് ആക്ട് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 3 ആക്ട് സ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് തിരക്കഥ എഴുതുന്ന ടെക്നിക്കാണ്. തിരക്കഥ എഴുതുന്ന ഒരു നറേറ്റിംഗ് ടെക്നിക്കാണ്, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കാണ്. സിനിമയുടെ തിരക്കഥ എഴുതാനായിട്ട് ഇത് ഒരുപാട് സിനിമകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുന്നത് ദൃശ്യം എന്ന സിനിമയിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമകൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്ന് കരുതി ഈ ഒരു ടെക്നിക്കിൽ നിങ്ങൾ സിനിമ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിനിമകൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആകും, നിങ്ങളുടെ സിനിമകൾ വിജയിക്കുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നില്ല. നിങ്ങളുടെ കഴിവുപോലെ ഇരിക്കും ഒരു സിനിമ വിജയിക്കുന്നതെങ്കിലും ഇതൊരു ട്രിക്കാണ്. നിങ്ങളുടെ സിനിമകൾ, നിങ്ങൾ എഴുതുന്ന തിരക്കഥകൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആകാനുള്ള ചെറിയൊരു ചെറിയൊരു ടെക്നിക്കാണ് ഇതെന്ന് പറയാം. എന്തായാലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ തിരക്കഥ എഴുതാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ തിരക്കഥയ്ക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വശം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെവൽ ആ തിരക്കഥയ്ക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങൾ സിനിമയാക്കുമ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാകാനായിട്ട് സിനിമയായി മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ 3 ആക്ട് സ്ട്രക്ചർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഏതായാലും അടുത്ത വീഡിയോ വരുന്നവരെയും നിങ്ങൾ കാത്തിരിക്കുക. അതുവരേക്കും ബൈ.